സാർ ഏതായാലും ഒന്ന് സൂക്ഷിക്കണം. മേഘനെ വീണുള്ളൂ. പ്രതാപൻ ഉൾപ്പെടെ പലരും ഇനിയും കഴുകന്റെ കണ്ണുകളായിട്ട് നടക്കുക. അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല, പക്ഷെ കുഞ്ഞു പോകും. ഹലോ, അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി പുതിയ പ്രൊമോയില് നമ്മൾ വിചാരിക്കാത്ത കുറെ കാര്യങ്ങൾ സംഭവിക്കുന്നു. അതേ കൂട്ടുകാരെ, നമ്മുടെ മഹാലക്ഷ്മിക്ക് ആ ഒരു ദുരന്തം സംഭവിക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ മഹാലക്ഷ്മിക്ക് ഒന്നും പറ്റില്ല, എന്താ പറയുക, നമ്മുടെ ദേവിയും എല്ലാവരും കൂടെ ഉണ്ടല്ലോ എന്ന്. പക്ഷേ ഇതാ ആ ഒരു ഭക്ഷണം പലഹാരങ്ങൾ കഴിച്ചതിന് പിന്നാലെ തന്നെ നമ്മുടെ മഹാലക്ഷ്മി തളർന്നു വീണ ഭയങ്കര ഛർദ്ദിക്കുന്നൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ ലേഖയും അനന്തും ആണെങ്കിലും അയ്യോ ഇതെന്താണ് എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് പേടിച്ച് നിൽക്കുന്നുണ്ട്. അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങുന്നുണ്ട്. അപ്പുറത്താണെങ്കിൽ നമ്മുടെ കരുണയും ഉണ്ണിയൊക്കെ ഓൾറെഡി ഈ വാർത്ത പ്രതാപന്റെ വായിൽ നിന്ന് മറഞ്ഞു കഴിഞ്ഞു. മഹാലക്ഷ്മിക്കൊന്നും പറ്റില്ല, പക്ഷെ അവളുടെ കുഞ്ഞ് ഇല്ലാതാകും എന്നുള്ളൊരു കാര്യം ഇത് ഉണ്ണി വന്ന് നമ്മുടെ കണ്ണനോട് പറയുന്നുണ്ട്. ആ ദുഷ്ടസ്ത്രീയുടെ ഉള്ളിൽ ആ ഒരു കുഞ്ഞുണ്ടല്ലോ കണ്ണേട്ട, ആ കുഞ്ഞ് ഇന്നത്തോടുകൂടി ഇല്ലാതാകാൻ പോവുകയാണ് എന്ന് നമ്മുടെ കണ്ണനോട് പറയുമ്പോൾ കണ്ണൻ ഇത് കേട്ട് അകപ്പാടെ നെഞ്ചു തകർന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പുറത്ത് നമ്മുടെ മഹാലക്ഷ്മിയും കൊണ്ട് നമ്മുടെ ലേഖയും അനന്തവും എല്ലാവരും കൂടെ ഹോസ്പിറ്റലിലേക്ക് നമ്മുടെ തോമസ് വൈദ്യരുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? നമ്മുടെ മഹാലക്ഷ്മിക്ക് കുഞ്ഞിനെ എന്നേക്കുമായിട്ട് നഷ്ടമാകുമോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ കണ്ണൻ ഒരു ആളിക്കത്തൽ ഉണ്ടാകും അല്ലെ കൂട്ടുകാരെ? എന്തായാലും കാത്തിരിക്കാട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. മലയാളി സൈനിങ് ഓഫ്.